നമസ്കാരം, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു പഴയ സാരി ഉപയോഗിച്ച് ഒരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു കോട്ടൺ സാരിയാണ്. ഈ പ്രിൻ്റ് വരുന്നത് അതിൻ്റെ മുന്താണി പോർഷനാണ്. ഇത് ഞാൻ ആദ്യമേ കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ബോഡി പാർട്ട് വരുന്നത്. ബോഡിയിൽ ഫുള്ളായിട്ട് ഇതേപോലെ എംബ്രോയ്ഡറി ചെയ്തിട്ടുണ്ട്. രണ്ട് സൈഡിലും ത്രെഡിൻ്റെ വർക്കുണ്ട്, രണ്ട് സൈഡിലും ബോർഡറുണ്ട്. ഇതേപോലെ ഈ രണ്ട് സൈഡിലുള്ള ബോർഡറും മുന്താണിയും കട്ട് ചെയ്ത് മാറ്റുകയാണ്. ആദ്യമേ ഞാനിവിടെ ഫ്രോക്കിൻ്റെ യോക്ക് പാർട്ട് ലൈനിങ്ങിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അതിനുവേണ്ടി യോക്കിന് എനിക്ക് റെഡി ലെങ്ത് 14 ഇഞ്ചാണ് ആവശ്യം. ഇവിടെ 15 ഇഞ്ച് ഇറക്കത്തിൽ 2 പീസ് ക്ലോത്ത് മടക്കിയെടുത്തിട്ടുണ്ട്. യോക്ക് പാർട്ടിൻ്റെ മെഷർമെൻറ്റ്സ് എല്ലാം ലൈനിങ്ങിൽ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ ഷോൾഡർ താഴോട്ട് ആം ഹോൾ എടുത്തു, 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ചെസ്റ്റ് ലൈനിൽ ചെസ്റ്റിൻ്റെ 4/1 സീം അലവൻസ് മാർക്ക് ചെയ്തു. അതേപോലെ താഴെ വേസ്റ്റ് ലൈനിൽ വേസ്റ്റിൻ്റെ 4/1 സീം അലവൻസ് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ ഫ്രണ്ടിലും ബാക്കിലും ഓരോ ടക്ക് കൂടി കൊടുക്കുന്നുണ്ട്. അതിനുവേണ്ടി ഇവിടെ നിന്നും 4 ഇഞ്ച് ഗ്യാപ്പിൽ ഒരു ടക്ക് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ ഈ വേസ്റ്റിൻ്റെ സൈഡിലായിട്ട് 1 ഇഞ്ച് മുകളിലേക്ക് കയറ്റി ഒരു കർവ് ഷേപ്പിൽ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ട് ആം ഹോൾ 1/2 ഇഞ്ച് ഉള്ളിലേക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ലൈനിങ് പാർട്ട് യൂസ് ചെയ്ത് ഇനി മെയിൻ ക്ലോത്ത് കട്ട് ചെയ്തെടുക്കണം. ഇവിടെ ഞാൻ സാരിയുടെ ബോഡി പാർട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇതിൽ നിന്നും യോക്ക് പാർട്ട് കട്ട് ചെയ്തെടുക്കുക. യോക്ക് പാർട്ട് ലൈനിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനിയും സ്കേർട്ട് പാർട്ടാണ് കട്ട് ചെയ്തെടുക്കാനുള്ളത്. ഞാനിവിടെ സ്കേർട്ട് പാർട്ട് ഒരു എ ലൈൻ മോഡലിൽ ആണ് കട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതേപോലെ അതിൻ്റെ താഴെയായിട്ട് ഞാനൊരു ഫ്രില്ല് കൂടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ എനിക്ക് റെഡി ലെങ്തായിട്ട് ആവശ്യം 42 ഇഞ്ചാണ് ടോട്ടൽ ഫ്രോക്കിൻ്റെ ലെങ്ത്. അതിൽ നിന്നും യോക്കിൻ്റെ ഒരു 14 ഇഞ്ച് മൈനസ് ചെയ്ത് കഴിഞ്ഞ് 28 ഇഞ്ച് എനിക്ക് സ്കേർട്ട് പാർട്ട് ആവശ്യമാണ്. ആ 28 ഇഞ്ചിൽ നിന്നും ഞാനൊരു 6 ഇഞ്ച് ഫ്രില്ല് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു. അപ്പോൾ അതുകൂടെ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 22 ഇഞ്ച്. അങ്ങനെ 22 ഇഞ്ചിൽ ഒരു എ ലൈൻ മോഡലിലാണ് സ്കേർട്ട് പാർട്ട് ഫസ്റ്റ് കട്ട് ചെയ്തെടുക്കുന്നത്. സ്കേർട്ട് പാർട്ട് കട്ട് ചെയ്യാനായിട്ട് ഞാനിവിടെ മെയിൻ ക്ലോത്തിനെ 4 ആയിട്ട് മടക്കി എടുത്തിട്ടുണ്ട്. ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് ആദ്യമേ 2 ആയിട്ട് മടക്കി വീണ്ടും ഒന്നുകൂടെ മടക്കി 4 ആയിട്ട് മടക്കി എടുത്തിരിക്കുകയാണ്. ഇവിടെയാണ് ഫോൾഡ് വരുന്നത്. എനിക്ക് ലെങ്തായിട്ട് ആവശ്യം 22 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് സീം അലവൻസ് ചേർത്ത് 23 ഇഞ്ചിൽ ഞാൻ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. മുകളിലായിട്ട് വേസ്റ്റിൻ്റെ 4/1 അതേപോലെ സീം അലവൻസും കൂടെ ചേർത്ത് വരുന്ന എത്രയാണോ മെഷർമെൻറ്റ് അത് മാർക്ക് ചെയ്തെടുക്കുക. എനിക്കിവിടെ 9.5 ആണ്. താഴേക്ക് ഇറക്കം മാർക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം ഇവിടെയും അതേപോലെ എത്രയാണോ ലെങ്ത് ആവശ്യം അവിടെ വരേക്കും ഇതേപോലെ മാർക്ക് ചെയ്ത് ഒരു എ ലൈൻ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. ഈ ഒരു സൈഡ് മുകളിലേക്ക് ഒരു 2 ഇഞ്ച് കയറ്റി കർവ് ഷേപ്പിൽ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം ഫ്രില്ലിനുള്ള ക്ലോത്ത് കട്ട് ചെയ്തെടുക്കുക. എനിക്കിവിടെ 6 ഇഞ്ചാണ് ഫ്രില്ല് വേണ്ടിയത്. തയ്യൽ തുമ്പ് ഒരു 1.5 ഇഞ്ച് കൂടെ ചേർത്ത് 7.5 ഇഞ്ച് വിഡ്ത്തിൽ നീളത്തിൽ ഇതിൽ നിന്നും തുണി കട്ട് ചെയ്തെടുക്കുകയാണ്. ഇവിടെ എത്രയാണോ താഴെ സ്കേർട്ട് പാർട്ടിൽ വിഡ്ത്ത് വരുന്നത് അതിൻ്റെ ഇരട്ടി കൂടുതൽ ഫ്രില്ലിനായിട്ട് ആവശ്യമാണ്. ഇപ്പോൾ ഇവിടെ എനിക്ക് ഫ്രണ്ടിൽ മാത്രം 38 ഇഞ്ചാണ് വിഡ്ത്ത് വരുന്നത്. ഞാനിവിടെ ഒരു 90 ഇഞ്ച് നീളത്തിലാണ് ഫ്രണ്ടിലേക്ക് വേണ്ടി മാത്രം ഫ്രില്ലിനായിട്ട് ക്ലോത്ത് കട്ട് ചെയ്തെടുക്കുന്നത്. ശേഷം ഇതേ ഷേപ്പിൽ ലൈനിങ് കൂടെ കട്ട് ചെയ്തെടുക്കണം. ഇവിടെ ഞാൻ ഫ്രില്ലിൻ്റെ ലെങ്തും കൂടെ ലൈനിങ്ങിൽ ആഡ് ചെയ്യുന്നുണ്ട്. ടോട്ടൽ ലെങ്തിനെക്കാട്ടിലും ഒരു 2 ഇഞ്ച് കുറച്ച് ഇതേ ഷേപ്പിൽ ലൈനിങ് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതേപോലെ ഫ്രില്ലിന് വേണ്ടി കട്ട് ചെയ്തെടുത്തിട്ടുള്ള പീസുകളെല്ലാം കൂടെ ജോയിൻ ചെയ്തെടുക്കണം. സ്കേർട്ട് പാർട്ടിന് ആവശ്യമായിട്ടുള്ള ലൈനിങ് കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ ഫ്രണ്ടിലും ബാക്കിലും നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഞാനിവിടെ ഫ്രണ്ട് പാർട്ടിൽ ഒരു വൈഡ് സ്ക്വയർ നെക്ക് ക്യാൻവാസിലാണ് ചെയ്യുന്നത്. അതൊക്കെ ഞാൻ മുമ്പ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഫ്രണ്ടിൽ ഒരു സ്ക്വയർ നെക്കും ബാക്കിൽ ഒരു റൗണ്ട് നെക്കുമാണ് കട്ട് ചെയ്യുന്നത്. ഫ്രണ്ടും ബാക്കും നെക്ക് ഫിനിഷ് ചെയ്തെടുത്തു. അതേപോലെ ഷോൾഡർ കൂടെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ ഞാനിവിടെ സ്ലീവ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതേപോലെ സെൻറ്ററിൽ ഒരു ബോക്സ് പ്ലേറ്റ് വരുന്ന ഒരു സ്ലീവാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ കട്ടിങ് വീഡിയോ ഞാൻ ആവശ്യമെങ്കിൽ തനിയെ ചെയ്യാം.
ഇതേപോലെയുള്ള സ്ലീവ് ഡിസൈനിൻ്റെ കട്ടിംഗ് വീഡിയോ ആവശ്യമാണെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം സ്കേർട്ട് പാർട്ടിൽ ഫ്രില്ല് അറ്റാച്ച് ചെയ്തെടുക്കണം. ഇവിടെ ഞാൻ ഫ്രില്ലിനായിട്ട് കട്ട് ചെയ്ത് സൈഡ് സ്റ്റിച്ച് ചെയ്ത് ഇതേപോലെ സൈഡ് മടക്കി അടിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയും അതിനുശേഷം ഇവിടെ ചെറിയ ഞൊറിവുകളിട്ട് സ്കേർട്ട് പാർട്ടിൽ ഫ്രില്ല് അറ്റാച്ച് ചെയ്തെടുക്കണം, ഫ്രണ്ടിലും ബാക്കിലും. സ്കേർട്ട് പാർട്ടിൽ ഇതേപോലെ ഫ്രില്ല് അറ്റാച്ച് ചെയ്തെടുത്തു. അതിനുശേഷം സ്കേർട്ട് പാർട്ടിൻ്റെ ലൈനിങ് അറ്റാച്ച് ചെയ്യുക. പിന്നീട് യോക്കും സ്കേർട്ടും തമ്മിൽ അറ്റാച്ച് ചെയ്തെടുക്കണം. ഫ്രണ്ടും ബാക്കും യോക്കും സ്കേർട്ടും അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയും അതിനുശേഷം സ്ലീവ് അറ്റാച്ച് ചെയ്യുക. അതേപോലെ സൈഡ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. സാധാരണ നോർമൽ കുർത്തിയിലും ഫ്രോക്കിലും ഒക്കെ ചെയ്യാറുള്ളത് പോലെയാണ് സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നതും അതേപോലെ സൈഡ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതും. സ്റ്റിച്ച് ചെയ്തതിന് ശേഷമുള്ള ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വരിക. ഇപ്പോൾ ഓണത്തിന് വേണ്ടി സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഒരു ഫ്രോക്കാണിത്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഒന്ന് ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.